പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ശനിയാഴ്ച ദിനത്തിലെ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 2:8. അവിടെ വചനം പറയാണ്, കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ. ഒരു ആഹ്വാനമാണ് അല്ലേ? അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ കർത്താവിൻ്റെ ഭക്തരാണെങ്കിലും അല്ലെങ്കിൽ ഈശോയിൽ വിശ്വസിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞാലും ചില പ്രതികൂല സാഹചര്യങ്ങൾ, ചിലപ്പോൾ രോഗങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ നമ്മുടെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ ചോദിക്കുമല്ലോ അല്ലേ? അപ്പം ശരിക്കും ഈ ഒരു അവസ്ഥയെല്ലാം കണ്ടിട്ടാണ്, മോനെ നീ കർത്താവിൻ്റെ ഭക്തരെ, മോനെ അവിടുത്തെ നീ ആശ്രയിക്കേ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് ഞാനോ നിങ്ങളോ അല്ല പറയുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുകയാണ്, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒന്നിനു പുറകെ പ്രശ്നങ്ങളും ദുരിതങ്ങളും കഷ്ടനഷ്ടങ്ങളൊക്കെ വരുമ്പോൾ അയ്യോ മടുത്തു, അല്ലെങ്കിൽ ബാക്ക് ഓഫ് ചെയ്യാം, പിന്നോട്ട് പോകാം, മതി, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ മുന്നോട്ട് തന്നെ നമ്മൾ പോകണമെന്നാണ്. അതിനായിട്ടുള്ള ഏറ്റവും നല്ല വഴിയാണ് നമ്മൾ കർമ്മല മാതാവിൻ്റെ അമ്മയോട് ചേർന്ന്. ഇന്ന് ഈ മാസത്തിൽ നമുക്കറിയാം അല്ലേ, 2 വലിയ തിരുനാളുകളാണ് മാതാവിൻ്റെ. ഒന്ന് റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ 13-ാം തീയതി ആയിരുന്നു, അതുപോലെ 16-ാം തീയതി കർമ്മല മാതാവിൻ്റെ തിരുനാൾ. നമുക്ക് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രതികൂലങ്ങളിൽ വിശ്വാസത്തെ മുരടിപ്പിക്കുന്ന രീതിയിലൊക്കെ പുറകോട്ട് നമ്മൾ വലിക്കുമ്പോൾ അതിന് മുന്നോട്ട് ചലിപ്പിക്കാനായിട്ടുള്ള ഒരു കൃപ അമ്മയിലൂടെ, അമ്മ 7 വ്യാകുലങ്ങളെ കുറിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ഉത്തരം ബെസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ 28-ാം തീയതി നമ്മൾ ആഘോഷിക്കുകയാണ്. അൽഫോൻസാമ്മയുടെ ജീവിത ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇത്രമാത്രം തളർന്നു പോയിരുന്ന സമയത്ത് അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ആ തളർച്ചയെ അതിജീവിച്ച കഥകളൊക്കെ നമുക്ക്, അവരുടെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിൽ നമ്മുടെ പ്രതികൂലങ്ങളിൽ നഷ്ടധൈര്യരാകാതെ കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഈ വചനം ഹൃദയം കൊണ്ട് വിശ്വസിക്കാനായിട്ടുള്ളൊരു അഭിഷേകം നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.